മൂവാറ്റുപുഴയിൽ ലഹരിയുമായി പിടിയിലായവർ വിദ്യാർത്ഥികളെയും സിനിമാ മേഖലയിലുള്ളവരെയും കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്നവർ. രണ്ടാം പ്രതി ഹരീഷ് അസിസ്റ്റന്റ് ഡയറക്ടറായി ജോലി ചെയ്തിരുന്നു. ലഹരി സംഘത്തിന്റെ പക്കൽ നിന്ന് പിടികൂടിയ തോക്കിന് ലൈസൻസ് ഇല്ലെന്ന് കണ്ടെത്തൽ. തോക്ക് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനാണ് എക്സൈസിന്റെ തീരുമാനം. 24 ബ്രേക്കിംഗ്. വിഷ്ണു സുരേഷാണ് ചേരുന്നത് വിവരങ്ങളുമായി. വിഷ്ണു, ഈ ലഹരിയും അക്രമവും തമ്മിൽ എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു, അതുപോലെ ഏതെല്ലാം മേഖലകളിലേക്ക് ഇത് കടന്നു കയറുന്നു, അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ വാർത്തയിൽ കൂടുതൽ ലഭിക്കുന്ന വിവരങ്ങൾ. പറയൂ. ഇന്നലെ രാത്രിയാണ് മൂവാറ്റുപുഴ എക്സൈസ് 3 പേരെ ഈ ലഹരി വസ്തുക്കളും തോക്കുമായി പിടികൂടിയത്. ഇവരുടെ പക്കൽ നിന്ന് MDMA-യും കഞ്ചാവും പിടികൂടിയിട്ടുണ്ട്. ഒരാഴ്ച ഇവരെ നിരീക്ഷിച്ച ശേഷമാണ് എക്സൈസ് ഇന്നലെ കൃത്യമായ ആക്ഷൻ പ്ലാനോടുകൂടി ഇവിടെ പിടികൂടിയത്. ഇവരുടെ പക്കൽ നിന്ന് എയർ പിസ്റ്റൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഇവർ ഉപയോഗിച്ചതായി പോലീസിന് ഒരു സംശയമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നത്. ഒപ്പം ഈ പിടിയിലായ പ്രതികളിൽ ഹരീഷ് എന്ന പേരുള്ളയാൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ക്യാമറാമാനായും അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറുമായി ഇയാൾ ജോലി ചെയ്തിട്ടുണ്ട്. ഇയാൾ ഈ സിനിമാ മേഖലയിലുള്ള ആളുകൾക്ക് ലഹരി വിപണനം നടത്തുന്ന പ്രതി എന്നുള്ളതാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് ആ മേഖല കേന്ദ്രീകരിച്ച് ഇയാളുമായി ഇടപാട് നടത്തിയ ആളുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ എക്സൈസ് തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം ഈ കേസിൽ പിടിയിലായ ഷാലിമ് 1 മാസം മുൻപ് ഇതേ എക്സൈസിന്റെ പിടിയിൽ തന്നെ 1.5 ഗ്രാമോളം MDMA-യുമായി പിടിയിലായതാണ്. അതായത് ഇവർ സ്ഥിരമായി ഇത്തരത്തിൽ ലഹരി വിപണനം നടത്തുന്ന ആളുകളാണ്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും സിനിമാക്കാർക്കും ഇടയിൽ. അതുകൊണ്ട് ഇവരുടെ പശ്ചാത്തലമൊക്കെ വിശദമായി പരിശോധിച്ചു വരികയാണ്. ഒപ്പം ഇവരുമായി ഈ ലഹരി ഇടപാട് നടത്തിയിട്ടുള്ള, ഇവരുടെ പക്കൽ നിന്ന് ലഹരി വാങ്ങിയിട്ടുള്ള ആളുകളുടെ വിവരങ്ങളും എക്സൈസ് ശേഖരിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. യെസ്, വിഷ്ണു സുരേഷാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. വരും മണിക്കൂറുകളിൽ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു.